അമ്പച്ചേട്ടാ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ വന്നാ എടാ പുറത്തെത്ര വിട്ടു നോക്കിയടാ. 1 2 3 4 5 6 7 8 9 10 11 12 14 ഈ 14ാമത്തെ വട്ടം എവിടെ നിന്നത് എനിക്ക് ഇതിട്ട് മനസ്സിലാവും. എവിടെ നിന്നായിരിക്കും? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ള ഒന്നോട്ട് നോക്ക്. 2 3 കൊല്ലമുണ്ട് നിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക്. അണ്ണം വെട്ടിയത് ലാലന്റെ കീഴിൽ എത്ര കാണിച്ചാണ് മനസ്സിലായില്ല. ഞാൻ പൂസായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ വാലിൽ തൊട്ട വിട്ടു. 30 സ്റ്റിച്ച്. ഇപ്പൊ ഓർമ്മ. ഞാൻ അടിച്ച റപ്പന്റെ കോണാണ്. ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഇതിനൊരു വെട്ടിയിട്ടും അണ്ണനെ പറ്റിച്ച ചേട്ടനൊന്നും ചെയ്തില്ലേ? സ്വന്തം ചേട്ടനെ പോലെ ആയണ്ടായിരിക്കുമല്ലേ? അങ്ങനെ ആയതുകൊണ്ടാണ് അണ്ണൻ അതുവരെ ക്ഷമിച്ചത്. പക്ഷെ സ്ഥലത്തിന് വില കൂടി പറഞ്ഞു. അത് കിട്ടാൻ വേണ്ടി അയാൾ പല കളി കളിച്ചു. അണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുത്തു. ഇതറിഞ്ഞ അണ്ണൻ ഒരു ദിവസം അയാളെ വീട്ടോട്ട് വിളിച്ചുരുത്തി സ്ഥലം എഴുതി തരാൻ പറഞ്ഞു. എന്താണ് പെട്ടെന്ന് തീരുമാനമൊക്കെ മാറിയത്? അയാളുടെ ചോരയുടെ മുന്നിൽ ചുമന്ന് വീണ്ടടിച്ച്. എന്നിട്ട് അതിന്റെ മുന്നിൽ അണ്ണം നിന്നുകൊണ്ട് ഒരു അലർച്ചയുണ്ട്. അമ്മയുടെ കണ്ട? ഞാൻ കണ്ടില്ല. പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് അയാളാ? അയാളൊരു പ്രത്യേക സാഹചര്യത്തിൽ അണ്ണം തന്നെ കൊന്നാ ഇല്ല പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്തിട്ട് 5-6 വർഷമായിട്ടുള്ളൂ. നാട്ടിലൊരു തല്ലേസാറിന് ഒളിവിൽ വന്ന പിന്നെ പോയില്ല. അമ്പച്ചേട്ടാ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ വന്നാ എടാ പുറത്തെത്ര വിട്ടു നോക്കിയടാ. 1 2 3 4 5 6 7 8 9 10 11 12 14 ഈ 14ാമത്തെ വട്ടം എവിടെ നിന്നത് എനിക്ക് ഇതിട്ട് മനസ്സിലാവും. എവിടെ നിന്നായിരിക്കും? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുള്ള ഒന്നോട്ട് നോക്ക്. 2 3 കൊല്ലമുണ്ട് നിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക്. അണ്ണം വെട്ടിയത് ലാലന്റെ കീഴിൽ എത്ര കാണിച്ചാണ് മനസ്സിലായില്ല. ഞാൻ പൂസായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ വാലിൽ തൊട്ട വിട്ടു. 30 സ്റ്റിച്ച്. ഇപ്പൊ ഓർമ്മ. ഞാൻ അടിച്ച റപ്പന്റെ കോണാണ്. ഒന്നും അറിഞ്ഞില്ല. ഞാൻ ഇതിനൊരു വെട്ടിയിട്ടും അണ്ണനെ പറ്റിച്ച ചേട്ടനൊന്നും ചെയ്തില്ലേ? സ്വന്തം ചേട്ടനെ പോലെ ആയണ്ടായിരിക്കുമല്ലേ? അങ്ങനെ ആയതുകൊണ്ടാണ് അണ്ണൻ അതുവരെ ക്ഷമിച്ചത്. പക്ഷെ സ്ഥലത്തിന് വില കൂടി പറഞ്ഞു. അത് കിട്ടാൻ വേണ്ടി അയാൾ പല കളി കളിച്ചു. അണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ വരെ കൊടുത്തു. ഇതറിഞ്ഞ അണ്ണൻ ഒരു ദിവസം അയാളെ വീട്ടോട്ട് വിളിച്ചുരുത്തി സ്ഥലം എഴുതി തരാൻ പറഞ്ഞു. എന്താണ് പെട്ടെന്ന് തീരുമാനമൊക്കെ മാറിയത്?